Hey guys, welcome back to another video. Ranjit here. So സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മെയിൻസ് എക്സാമിനേഷൻ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. സോ നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളായിട്ട് സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മത്സര പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രിപ്പറേഷൻ എത്രമാത്രം പ്രാധാന്യമുണ്ടോ അത്രയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നമ്മൾ എങ്ങനെ ആ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത്. സോ അത്തരത്തിൽ വളരെ പ്രോപ്പറായിട്ടാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ അല്ലെങ്കിൽ എക്സാമിനേഷനെ സമീപിക്കുന്നതെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഓരോ പേപ്പറിനും ഒരു 5 to 10 മാർക്സ് എക്സ്ട്രാ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളുടെ ആ ഒരു അപ്രോച്ച് മോശമാണ് എങ്കിൽ അത്തരത്തിൽ 5 അല്ലെങ്കിൽ 10 മാർക്സ് നഷ്ടപ്പെട്ടും പോകാം. സോ ഫലത്തിൽ വളരെ പ്രോപ്പറായിട്ടുള്ള ഒരു അപ്രോച്ചിലൂടെ നിങ്ങൾക്ക് ഈ രണ്ട് പേപ്പറിലുമായിട്ട് ഒരു 10 to 20 മാർക്സ് എക്സ്ട്രാ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ആ ഒരു അപ്രോച്ചിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ആ ഒരു വിന്നിങ് സ്ട്രാറ്റജിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എക്സാം ഡേയിൽ വേണ്ട ആ ഒരു വിന്നിങ് സ്ട്രാറ്റജി എന്താണ്, ഓരോ പേപ്പറിനെയും എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഐം ഷുവർ നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഒരല്പം പേഷ്യൻസോടുകൂടി ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക. എനിവേ വിത്തൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യമായിട്ട് നമ്മൾ ഈ എക്സാം ഡേ ബേസിക്സ് എന്ന രീതിയിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. സോ ദ ഫസ്റ്റ് പോയിന്റ്, ക്യാരി ഓൾ ദി എസെൻഷ്യൽസ്. അതായത് എക്സാമിനേഷന് വേണ്ട കാര്യങ്ങൾ ആ ഒരു ദിവസം എല്ലാ കാര്യങ്ങളും ക്യാരി ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്, ID, പെൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അത് നിങ്ങളുടെ അഡ്മിഷൻ ടിക്കറ്റിൽ വളരെ വ്യക്തമായിട്ട് മെൻഷൻഡ് ആയിരിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എക്സാമിനേഷൻ ഹാളിൽ ബാൻഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും അത്തരത്തിൽ ക്യാരി ചെയ്യാനായിട്ട് പാടില്ല. ബൈ മിസ്റ്റേക്ക് പോലും അത്തരത്തിൽ ചെയ്യാനായിട്ട് പാടില്ല. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, കൺഫേം ദി എക്സാമിനേഷൻ സെൻറ്റർ ആൻഡ് റീച്ച് ഏർലി. നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്റർ ഏതാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടൊന്ന് കൺഫേം ചെയ്യുക. മെൻഷൻ ചെയ്തിട്ടുള്ള സമയത്തിനും ഒരല്പം മുൻപായിട്ട് എത്തിച്ചേരുന്നതിന് വേണ്ടി ശ്രമിക്കുക. അത് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് ഗുഡ് സ്ലീപ്പ് എന്നുള്ളൊരു കാര്യം, അതായത് ദ പ്രീവിയസ് ഡേ ഓഫ് ദി എക്സാമിനേഷൻ ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. അതായത് എക്സാമിനേഷൻ തൊട്ട് മുൻപുള്ള ആ ഒരു രാത്രി വളരെ നല്ല ഉറക്കം കിട്ടുന്നതിന് വേണ്ടി ശ്രമിക്കുക. അത് ഒരുപാട് സ്ട്രെച്ച് ചെയ്ത് ആ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനൊന്നും നിങ്ങൾ ശ്രമിക്കരുത്. നല്ല ഉറക്കം എന്നുള്ളതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ടുള്ള മൈൻഡ് നിങ്ങൾക്കുണ്ടാകും, ബെറ്റർ ആയിട്ടുള്ള ഫോക്കസ് നിങ്ങൾക്ക് എക്സാമിനേഷന് കിട്ടും. ഇനി അതങ്ങനെയല്ല എങ്കിൽ വളരെ മോശമായിട്ട് നിങ്ങളത് ബാധിക്കും. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെ മറന്നു പോകുന്നതിന് അത് കാരണമാകും. സോ അത് ശ്രദ്ധിക്കുക. ഗുഡ് സ്ലീപ്പ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നോ ലാസ്റ്റ് മിനിറ്റ് റഷ്. ഇത് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്. അതായത് ഈ ഒരു ദിവസം മുൻപ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു തീർക്കാനായിട്ട്, ലിമിറ്റഡ് ആയിട്ടുള്ള സമയത്തിനുള്ളിൽ ഒരുപാട് പുതിയ ടോപ്പിക്കുകളൊക്കെ എടുത്ത് പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയൊന്നും നിങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ഒരു അറ്റംപ്റ്റ് നടത്തരുത്. റിവൈസ് ചെയ്യേണ്ടതായിട്ടുള്ള ആ ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ നിങ്ങൾക്കൊന്ന് ടച്ച് ചെയ്യാം. ഈവൻ എക്സാമിനേഷൻ സെൻറ്ററിലും എക്സാമിനേഷൻ ഹാളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ കാര്യങ്ങളും കാം കൂളായിട്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും പാനിക്കായിട്ടൊന്നും കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, പ്രത്യേകിച്ച് നിങ്ങൾ OMR ഒക്കെ ഫില്ല് ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിൽ പോലും. സോ ഈ അവസാന ദിവസങ്ങളിൽ ഒരു കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള ലാസ്റ്റ് മിനിറ്റ് റഷ് ഉണ്ടാകാനായിട്ട് പാടില്ല. സോ ഇതാണ് എക്സാം ഡേ ബേസിക്സ് എന്ന രീതിയിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്തതായി ദ റൈറ്റ് മൈൻഡ് സെറ്റ്. ഈ ഒരു പരീക്ഷയെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് എന്തായിരിക്കണം, ഒരു റൈറ്റ് ഫ്രെയിം ഓഫ് മൈൻഡ് എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചാണ്. അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, എൻ്റർ ദി എക്സാമിനേഷൻ ഹാൾ വിത്ത് എ കാം കോൺഫിഡൻറ്റ് മൈൻഡ് സെറ്റ്. അത് എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ചെയ്ത പ്രിപ്പറേഷനെ ട്രസ്റ്റ് ചെയ്യുക. വളരെ കാമായി കോൺഫിഡൻസോടുകൂടി എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുന്നതിന് വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഡോണ്ട് കമ്പയർ വിത്ത് അതേഴ്സ്. നിങ്ങൾ ഈ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുന്നത് മേ ബി നിങ്ങളുടെ ഫെല്ലോ ആസ്പിരൻസിനോടൊപ്പം ആയിരിക്കും, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊപ്പം ആയിരിക്കാം. ഇനി അവിടെ തന്നെ ആ എക്സാമിനേഷൻ സെൻറ്ററിൽ പല ആളുകളും പല കാര്യങ്ങൾ വായിക്കുന്നതായിട്ട് മേ ബി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും. അതിനെയൊക്കെ വെച്ച് നിങ്ങളുടെ പ്രിപ്പറേഷനെ കമ്പയർ ചെയ്യുകയോ അത്തരത്തിലൊന്നും ചെയ്യാനായിട്ട് പാടില്ല. നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, എക്സ്പെക്ട് ചലഞ്ചസ്, സ്റ്റേ കമ്പോസ്ഡ്. ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണ്. ഒരിക്കലും വളരെ നിങ്ങളെ കംഫർട്ടബിൾ ആക്കുന്ന ഒരു ബോർഡ് എക്സാമിനേഷനോ നിങ്ങൾക്ക് 100 മാർക്സ് സ്കോർ ചെയ്യേണ്ട ഒരു പരീക്ഷയോ ഒന്നുമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണ്, അതിൻ്റേതായിട്ടുള്ള ചലഞ്ചസ് അവിടെ ഉണ്ടാകും. അതാണ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഒരു മത്സര പരീക്ഷ എന്നുള്ളത്. സോ അത് എക്സ്പെക്റ്റ് ചെയ്യുക. അത് എത്ര ഭംഗിയായിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഔട്ട്പുട്ടിനെ ബാധിക്കുക അല്ലെങ്കിൽ റിസൾട്ടിനെ ബാധിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. സോ വളരെ കാം കമ്പോസ്ഡ് ആയിക്കൊണ്ട് ആ ചലഞ്ചസിനെ ഫേസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ട്രീറ്റ് ഇറ്റ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി നോട്ട് എ ഹേർഡിൽ. ഇതൊരു അവസരമായിട്ട് നിങ്ങൾ കാണുക. ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ആ പരീക്ഷ എഴുതുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഉള്ള എന്തെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെട്ടു പോവുകയില്ല, നേടാനായിട്ട് മാത്രമുള്ളൊരു അവസരമാണ്. അതിനെ അങ്ങനെ തന്നെ കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും നിങ്ങളുടെ ലൈഫിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കരിയറിലോ ഒരിക്കലും ഒരു ഹേർഡിലായിട്ട് മാറുന്ന ഒരു കാര്യമല്ല പരീക്ഷ, ഒരു മത്സര പരീക്ഷ എന്നുള്ളൊരു കാര്യം തിരിച്ചറിയുക. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു റൈറ്റ് ഫ്രെയിം ഓഫ് മൈൻഡിൽ എക്സാമിനേഷനെ അപ്രോച്ച് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ ജനറൽ എക്സാമിനേഷൻ സ്ട്രാറ്റജി എന്ന രീതിയിൽ, അതായത് ഈ പരീക്ഷ നിങ്ങൾ നേരിടുമ്പോൾ പൊതുവിൽ നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി എന്തായിരിക്കണം എന്നൊരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സ്പെസിഫിക് ആയിട്ട് 2 പേപ്പേഴ്സിൻ്റെയും കാര്യം നമ്മൾ ചർച്ച ചെയ്യും. അതിന് മുൻപായിട്ട് പൊതുവിൽ ഈ പരീക്ഷയെ നേരിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട
ചില കാര്യങ്ങളാണ്. സോ അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് റീഡ് ദ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി, അവോയ്ഡ് സില്ലി മിസ്റ്റേക്സ്. ചോദ്യങ്ങൾ ഇതൊരു ടൈം കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള പരീക്ഷയാണ് എന്നൊക്കെ കരുതി വളരെ റഷ് ചെയ്ത് വായിക്കാനായിട്ട് പാടില്ല. അത്തരത്തിൽ സില്ലി മിസ്റ്റേക്സ് വരുത്താനായിട്ട് പാടില്ല. കെയർഫുള്ളായിട്ട് വായിക്കുക. ഇവിടെ അങ്ങനെ നിങ്ങൾ വരുത്തുന്ന 1-2 മിസ്റ്റേക്കുകൾ കൊണ്ട് നിങ്ങളുടെ ഇഫക്റ്റീവായിട്ടുള്ള റാങ്കിൽ വരുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. സോ ഒരിക്കലും റഷ് ചെയ്ത് വായിക്കാതിരിക്കുക. കെയർഫുൾ ആയിട്ടുള്ള റീഡിങ് അത് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓൾവേസ് യൂസ് ദി ഓപ്ഷൻസ്. ഇത് മുൻപും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് ദി ഓപ്ഷൻസ് ദാറ്റ് മേക്ക് ദി എക്സാമിനേഷൻ ഡിഫിക്കൽട്ട്, ഈസി, ചലഞ്ചിങ് എക്സെട്ര. അതായത് ഒരു പരീക്ഷയെ, പ്രത്യേകിച്ച് മത്സര പരീക്ഷയെ അതിനെ ചലഞ്ചിങ് ആക്കുന്നത് അല്ലെങ്കിൽ അതിനെ ഡിഫിക്കൽട്ടി ഉള്ളതാക്കുന്നത് ഒക്കെ അവിടെയുള്ള ഓപ്ഷൻസ് ആണ്. സോ ആ ഓപ്ഷൻസിനെ വളരെ സ്മാർട്ടായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. സോ ഈ എലിമിനേഷൻ മെത്തേഡ് അല്ലെങ്കിൽ എലിമിനേറ്റ് റോങ് വൺസ് എന്നുള്ളൊരു കാര്യം എപ്പോഴും ഉപയോഗിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. പല വിഭാഗങ്ങളിലും ഈവൻ നിങ്ങൾക്ക് ടൈം പോലും സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ നമ്മൾ ഈ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഒക്കെ കാര്യത്തിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് റൂൾ, ആ റൂൾ അനുസരിച്ച് ഒരു ആൻസർ കണ്ടെത്തുന്നതിന് വേണ്ടി അത് മുഴുവനായിട്ടും ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണമെന്ന് നിർബന്ധം പോലുമില്ല. ആ ഒരു പർട്ടിക്കുലർ റൂൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആക്റ്റീവ് പാസീവ് വോയിസ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സമയം അങ്ങനെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എവിടെയൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഓപ്ഷൻസിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുമോ അത് ഉപയോഗിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ദ നെക്സ്റ്റ് പോയിന്റ്, സോൾവ് ഇൻ റൗണ്ട്സ്. ഇതും നമ്മൾ മുൻപ് ഈ എക്സാമിനേഷൻ്റെ സ്ട്രാറ്റജിയുമൊക്കെയായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. മൾട്ടിപ്പിൾ റൗണ്ട്സിൽ എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. അവിടെ നിങ്ങൾക്ക് ഈ ഒരു 3R എലിമിനേഷൻ മെത്തേഡ്, ഇത് ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് നമ്മൾ മുൻപ്. ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എലിമിനേഷൻ മെത്തേഡുമായി ബന്ധപ്പെട്ട് വളരെ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല, വളരെ ചുരുക്കി പറയാം. ഒന്നാമതായിട്ട് ഈ റൗണ്ട്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ലീനിയർ മെത്തേഡിൽ, അതായത് 1ാമത്തെ ചോദ്യം മുതൽ 100ാമത്തെ ചോദ്യം വരെ സോൾവ് ചെയ്യുന്ന ആ ഒരു രീതി നിങ്ങൾ ഒരിക്കലും സ്വീകരിക്കരുത്. അതായത് ആദ്യ ഘട്ടത്തിൽ നിങ്ങൾക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് അറിയാവുന്ന, നിങ്ങൾക്ക് ഷുവറായിട്ട് അറിയാവുന്ന അത്തരത്തിൽ ഒരു ഓപ്ഷനുള്ള അല്ലെങ്കിൽ ഒരു ഇതാണ് ആൻസർ എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന അത്തരത്തിലുള്ള ചോദ്യങ്ങൾ സോൾവ് ചെയ്യുക. ബേസിക്കലി അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒന്നുകിൽ നമ്മൾക്ക് വ്യക്തമായിട്ട് അറിയാം ഇതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് വ്യക്തമായിട്ട് അറിയാം. അതല്ല എങ്കിൽ 3 റോങ് ആയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഘട്ടങ്ങൾ. ഇതാണ് ആദ്യ റൗണ്ടിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ റൗണ്ടിൽ നിങ്ങൾ ചെയ്യേണ്ടത് 2 ഓപ്ഷൻസിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരല്പം അനലിറ്റിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇത് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. 2 ഓപ്ഷൻസിനിടയിലാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ബെസ്റ്റ് ഏതാണ് എന്ന് തോന്നുന്ന അത്തരത്തിലുള്ള ഓപ്ഷൻ ആൻസറായിട്ട് തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ ഒരു ലോജിക്കും അതിൻ്റെ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മുൻപും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും ഈ രീതിയിൽ സോൾവ് ചെയ്യുന്നതുകൊണ്ട് മാർക്സ് നഷ്ടം വരികയില്ല, അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്സ് കൊണ്ട് അത്തരത്തിൽ മാർക്സ് നഷ്ടപ്പെട്ടു പോവുകയില്ല. ഇനി 3ാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഒരല്പം റിസ്കി ആയിട്ടുള്ള ഏരിയയാണ്. അതായത് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ മാത്രമാണ് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് 3 ഓപ്ഷൻസിനിടയിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് എന്ന് കരുതുക. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അത്തരത്തിൽ നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ അനുസരിച്ച് മാത്രം ആ ചോദ്യങ്ങളെ നേരിടുന്നതിന് വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അത്തരത്തിൽ നിങ്ങൾ സോൾവ് ചെയ്യുക എന്നുള്ളതല്ല. മിനിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഈവൻ നിങ്ങൾക്ക് ആ രീതിയിലും അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓഫ് കോഴ്സ് ബ്ലൈൻഡ് ഗെസ്സിങ് എന്നുള്ളൊരു കാര്യം ഇത്തരത്തിലുള്ളൊരു മെയിൻ പരീക്ഷയിൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ ഒരു നമ്പറിനെ കുറിച്ചും അതോടൊപ്പം തന്നെ എത്ര ചോദ്യങ്ങൾ ഇത്തരത്തിൽ അറ്റംപ്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചുമൊക്കെ മുൻപും നമ്മൾ വളരെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻ ഷോർട്ട് പറയാനുള്ളൊരു കാര്യം, അതായത് മൾട്ടിപ്പിൾ റൗണ്ട്സിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ അപ്രോച്ച് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. എലിമിനേഷൻ മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഡോണ്ട് വേസ്റ്റ് ടു മച്ച് ടൈം ഓൺ വൺ ക്വസ്റ്റ്യൻ. ഒരിക്കലും ഇതൊരു തം റൂളാണ്. അതായത് നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ എപ്പോഴും ഓർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, അവിടെയുള്ള ഓരോ ചോദ്യങ്ങളും ക്യാരി ചെയ്യുന്നത് ഈക്വൽ ആയിട്ടുള്ള മാർക്കാണ്. അതായത് നിങ്ങൾ ഒരു ടഫായിട്ടുള്ള ചോദ്യം സോൾവ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് മാർക്സ് ഒന്നും ലഭിക്കാനായിട്ട് പോകുന്നില്ല. ഏതൊരു ചോദ്യത്തിനും 1 മാർക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരിക്കലും അത്തരത്തിൽ ഈവൻ ഒരു പേഴ്സണൽ ഈഗോയുടെ പുറത്ത് പോലും ഒരു ചോദ്യങ്ങളെയും കാണാനായിട്ട് പാടില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഭാഗത്തിൽ നിങ്ങൾക്ക് വളരെയധികം കമാൻഡ് ഉണ്ട്, അവിടെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ചോദ്യം വരുന്നു, നിങ്ങൾ അവിടെ സ്റ്റക്കായെന്ന് പോകുമ്പോൾ ഇതെനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, ഇത് സോൾവ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയുള്ളൂ, ഇങ്ങനെ ഒരു പിടിവാശിയൊന്നും ഒരിക്കലും കാണിക്കാനായിട്ട് പാടില്ല. ഒരു ചോദ്യത്തിൻ്റെ മുകളിൽ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനായിട്ട് പാടില്ല. കാരണം ടൈം എന്നുള്ളതും ഇവിടെയുള്ളൊരു ഫാക്ടറാണ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ബാലൻസ് ഓഫ് സ്പീഡ് ആൻഡ് അക്യുറസിയാണ്. അതായത് ഒരു മെയിൻ പരീക്ഷയിൽ, റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു പരീക്ഷയിൽ ഏറ്റവും അധികം ആവശ്യമായിട്ടൊരു കാര്യമാണ് ഈ സ്പീഡിൻ്റെയും അതോടൊപ്പം തന്നെ അക്യുറസിയുടെയും ഒരു ബാലൻസ് എന്നുള്ളത്. അത് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേപ്പർ വൈസ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്.
ആദ്യമായിട്ട് പേപ്പർ 1നെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. സോ നമ്മൾക്കറിയാം ഈ പേപ്പർ 1 എന്നുള്ളത് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ടൈം ടേക്കിംഗ് ആയിട്ടൊരു പേപ്പർ ആയിരിക്കും. ഒരല്പം ലെങ്തിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നല്ല ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. കാരണം സിലബസ് പരിചിതമായിട്ടുള്ള ഒന്നാണ്, ആപ്റ്റിറ്റ്യൂഡ് പോലെയുള്ള ഒരു റീജിയൻ ഉള്ള ഒരു പേപ്പറാണ്. അതുകൊണ്ട് തന്നെ അതൊരു ടൈം ടേക്കിംഗ് ആയിട്ടുള്ള ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു പേപ്പർ ആയിരിക്കും. ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ആപ്റ്റിറ്റ്യൂഡ് എന്ന വിഭാഗം, ഞാനിത് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഈ വിഭാഗത്തിൻ്റെ മാർക്സിൻ്റെ ഷെയറും അവിടെയുള്ള ചോദ്യങ്ങൾ നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്വാളിറ്റിയും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ്. ഈ ആപ്റ്റിറ്റ്യൂഡ് വിഭാഗം ഒരിക്കലും അവസാന മിനിറ്റിലേക്ക് നിങ്ങൾ മാറ്റി വെക്കരുത് ആ ഒരു റീജിയൻ സോൾവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ എപ്പോഴും PSC ശ്രമിക്കുക, നിങ്ങൾ സ്റ്റക്കായി പോകാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മനഃപൂർവ്വം ഇവിടെ ഉൾപ്പെടുത്തും, പ്രത്യേകിച്ച് ബേസിക് അരിത്തമെറ്റിക് പോലെയുള്ള വിഭാഗങ്ങളിൽ. സോ അങ്ങനെയുള്ള ചോദ്യങ്ങൾ, അതായത് ഈ ഹാർഡ് നട്ട്സ് എന്ന് നമ്മൾക്ക് തോന്നുന്ന ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്ത് അടുത്തതിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. സ്കിപ്പ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യ റൗണ്ടിൽ അത്തരത്തിൽ ഇങ്ങനെയുള്ളൊരു ചോദ്യത്തിൽ സ്റ്റക്കായി നിന്ന് ഒരുപാട് സമയം ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്താനായിട്ട് പാടില്ല. ഇനി ഈ ലാസ്റ്റ് മിനിറ്റ് റഷ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ ബേസിക് അരിത്തമെറ്റിക് പോലെയുള്ള ഒരു വിഭാഗത്തിലെ 5 or 6 ചോദ്യങ്ങൾ എക്സാമിനേഷൻ്റെ അവസാനത്തെ 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഒരിക്കലും സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. കാരണം വളരെയധികം പ്രഷറൈസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണത്. മേ ബി നിങ്ങൾക്ക് ഒരു ചോദ്യം പോലും അവിടെ അത്തരത്തിൽ ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ ഇത്തരത്തിലുള്ള ലെങ്തി ആയിട്ടുള്ള ചോദ്യം സോൾവ് ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ മേ ബി ഡയറക്റ്റ് ആയിട്ട് നമ്മൾക്ക് പെട്ടെന്ന് എഴുതാൻ സാധിക്കുന്ന, ഇപ്പോൾ മലയാളം പോലെയുള്ള ചില വിഭാഗങ്ങളിലെ ക്വസ്റ്റ്യൻസ്, അതല്ലെങ്കിൽ GK വിഭാഗങ്ങളിൽ അത്തരത്തിൽ വളരെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾക്ക് എഴുതാൻ സാധിക്കുന്ന അങ്ങനെയുള്ള വിഭാഗങ്ങൾ, ഇതൊക്കെ നമ്മൾക്ക് ഈവൻ അവസാന 5 മിനിറ്റ്സിൽ പോലും സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ബേസിക് അരിത്തമെറ്റിക്കിലെ ചോദ്യങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങളൊന്നും ഈ അവസാനത്തെ 5 മിനിറ്റിലേക്കോ അല്ലെങ്കിൽ 10 മിനിറ്റിലേക്കോ മാറ്റി വെക്കാതിരിക്കുക. അതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. ഏത് വിഭാഗം ആദ്യം സോൾവ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും കമാൻഡിങ് ആയിട്ടുള്ള അത്തരത്തിലുള്ള കമാൻഡുള്ള റീജിയൻസ് ഒക്കെ പിക്ക് ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, GK വിഭാഗം സോൾവ് ചെയ്യുമ്പോൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അറ്റംപ്റ്റ് ഈസി വൺസ് ഫസ്റ്റ്, ദെൻ ലെങ്തി ആൻഡ് അനലിറ്റിക്കൽ. നിങ്ങൾക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് അറിയാവുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പെട്ടെന്ന് സോൾവ് ചെയ്ത് പോവുക. അങ്ങനെ ആദ്യ റൗണ്ട് ഫിനിഷ് ചെയ്യുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നല്ല ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്തിരിക്കും. ആ കോൺഫിഡൻസോട് കൂടിയാണ് നിങ്ങൾ രണ്ടാമത്തെ റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നത്. അതായത് കൂടുതൽ അനലിറ്റിക്കൽ ആയിട്ടുള്ള ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന രണ്ടാമത്തെ റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നത്. സോ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ ആ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. മറിച്ച് ആദ്യ റൗണ്ടിൽ തന്നെ ഇത്തരത്തിൽ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ സ്റ്റക്കായതെന്ന് പോയി ഒരുപാട് സമയം നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾ പാനിക് ആവും. ഈവൻ നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ പോലും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരും. നിങ്ങൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിട്ട് മാറും. സോ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പലപ്പോഴായിട്ട് പറയാറുള്ളൊരു കാര്യമാണ്, ഒരിക്കലും നിങ്ങൾ പഠിച്ച കാര്യങ്ങളിൽ നിന്നും ആ ഫാക്റ്റുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള 100 ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും ഈ ഒരു നിലവാരത്തിലുള്ള പരീക്ഷയിൽ നിങ്ങളത് പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോളജ് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ആ നോളജ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരു ബാക്കപ്പായി എടുത്തുകൊണ്ട് നിങ്ങളുടെ ലോജിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക, ഓപ്ഷൻസ് ഉപയോഗിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു പരീക്ഷയുടെ എക്സിക്യൂഷനിൽ വേണ്ടത്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മാക്സിമൈസ് അറ്റംപ്റ്റ്സ് വിത്ത് പ്രോപ്പർ ടൈം മാനേജ്മെൻറ്റ്. പലപ്പോഴും ഈ എക്സാമിനേഷന് ശേഷം, പല പരീക്ഷകൾക്ക് ശേഷം ഉദ്യോഗാർത്ഥികളിൽ നിന്നും കേൾക്കാറുള്ള ഒരു കാര്യമാണ്, സമയം ഒട്ടും തന്നെ കിട്ടിയില്ല, അതുകൊണ്ട് 30 ചോദ്യങ്ങളെ അറ്റംപ്റ്റ് ചെയ്യാൻ സാധിച്ചുള്ളൂ, അല്ലെങ്കിൽ 40 ചോദ്യങ്ങളെ അറ്റംപ്റ്റ് ചെയ്യാൻ സാധിച്ചുള്ളൂ. നിങ്ങളുടെ അറ്റംപ്റ്റുകൾ തന്നെ അത്രയധികം കുറവാണ് എങ്കിൽ നിങ്ങൾ ഈ കോമ്പറ്റീഷൻ്റെ ആ ഒരു ട്രാക്കിൽ ഉണ്ടാവുകയില്ല. നോ മാറ്റർ ഈ എക്സാമിനേഷൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെ തന്നെ ആയാലും. അതെപ്പോഴും ഓർക്കുക, ഈ ഒരു നിലവാരത്തിലുള്ള അല്ലെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷനിലുള്ള ഒരു പരീക്ഷയിൽ സ്വാഭാവികമായിട്ടും ഒരു ഫെയർ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് നിങ്ങൾ നടത്തിയിരിക്കണം. സോ അത് ഈ ബ്ലൈൻഡ് ഗെസ്സിങ്ങിലൂടെയൊക്കെ എല്ലാ ചോദ്യങ്ങളും അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല. പ്രോപ്പറായിട്ടുള്ള ടൈം മാനേജ്മെൻറ്റ് ചെയ്ത് അറ്റംപ്റ്റുകളെ മാക്സിമൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത്തരത്തിൽ ടൈം മാനേജ്മെൻറ്റ് വളരെ മോശമായിക്കൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന റീജിയൻസ് പോലും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ ആ ചോദ്യങ്ങളൊന്ന് വായിച്ചു നോക്കാൻ പോലും ഉള്ള സമയമില്ലാത്ത ഒരു അവസ്ഥ വരാനായിട്ട് പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ഈ പേപ്പർ 1മായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി അടുത്തതായി നമ്മൾ പേപ്പർ 2ലേക്ക് കടന്നാൽ ഇവിടെ ഒരല്പം സാഹചര്യം വ്യത്യസ്തമാണ്. ഒന്നാമതായിട്ട് കമ്പാരിറ്റീവ്ലി അൺഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇവിടെ ഉള്ളത്. സോ അതിൻ്റേതായിട്ടുള്ള ചലഞ്ചസ് നമ്മളിവിടെ പ്രതീക്ഷിക്കണം. അതായത് പേപ്പർ 1ൽ നിന്നും ഒരല്പം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ നമ്മൾ ചലഞ്ചസ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. സോ അതുപോലെ തന്നെ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് ലോജിക് അപ്ലൈ ചെയ്യേണ്ടി വരുന്ന ചോദ്യങ്ങളൊക്കെ തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യണം. നമ്മൾക്കറിയാം ഈ ഒരു സിലബസിൽ പല വിഭാഗങ്ങൾ എടുത്തു നോക്കിയാലും, ഇപ്പോൾ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടോ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടോ ഒക്കെ എടുത്തു നോക്കിയാൽ അവിടെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ്, ഇങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അവിടെ നിന്നും ചോദ്യങ്ങളും അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതായത് കേസ് ബേസ്ഡ് ആയിട്ടുള്ള
ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ ലോജിക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇത്തരത്തിലൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മളിവിടെ പ്രതീക്ഷിക്കണം. സോ അവിടെ നിങ്ങളുടെ ലോജിക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ആൻഡ് ദ തേർഡ് പോയിന്റ്, യൂസ് പ്രിപ്പറേഷൻ ആസ് ബാക്കപ്പ് ആൻഡ് ലോജിക്. ഈ പ്രിപ്പറേഷൻ ഒരു ബാക്കപ്പ് ആയിട്ട് കാണുക, ആ ബാക്കപ്പ് വെച്ചുകൊണ്ട് നിങ്ങളുടെ ലോജിക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ എക്സാമിനേഷൻ സമീപിക്കുക. ഞാൻ ഈ ഒരു പർട്ടിക്കുലർ പേപ്പറിൽ ഈ ഒരു കാര്യം എടുത്തു പറയാനുള്ള ഒരു കാരണം, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ ഒരു പേപ്പറിൽ പ്രതീക്ഷിക്കാം. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ്, ഡോണ്ട് റഷ്, റീഡ് ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ വ്യക്തമായിട്ട് ചോദ്യങ്ങൾ വായിക്കുക. ഇവിടെ ഒരുപാട് റഷ് ചെയ്ത് എഴുതേണ്ട ഒരു ആവശ്യം നിങ്ങൾക്ക് വരികയില്ല, കാരണം അങ്ങനെ ലെങ്തി ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും നമ്മളിവിടെ പ്രതീക്ഷിക്കേണ്ടതില്ല. ആൻഡ് പേപ്പർ 2മായി ബന്ധപ്പെട്ട് മാക്സിമൈസ് അറ്റംപ്റ്റ്സ് വൈൽ ബാലൻസിങ് അക്യുറസി. ഇവിടെ പേപ്പർ 1-ൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു കാര്യം, പേപ്പർ 1-ൽ ടൈം കൺസ്ട്രെയിൻ്റ് ആയിക്കൊണ്ട് മേ ബി നിങ്ങൾക്ക് ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാതെ പോകും. സോ അവിടെ അതാണ് ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്, മേ ബി ഇവിടെയുള്ള ചോദ്യങ്ങൾ ആ നിശ്ചിത സമയത്തിനുള്ളിൽ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെ നെഗറ്റീവ് മാർക്കിംഗ് വരാം. സോ ഈ അക്യുറസി എന്നുള്ളൊരു കാര്യം ബാലൻസ് ചെയ്തുകൊണ്ട് തന്നെ അറ്റംപ്റ്റുകൾ മാക്സിമൈസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. അതായത് ഒരു എക്സൈറ്റ്മെൻറ്റിൽ ആ ഒരു സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് അറ്റംപ്റ്റ് ചെയ്ത് പോകുന്ന അങ്ങനെ ഒരു രീതി നിങ്ങൾ സ്വീകരിക്കരുത്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ജസ്റ്റ് സ്കിം ത്രൂ ദ പേപ്പർ, ആ ചോദ്യപേപ്പറിൻ്റെ നേച്ചർ ഒന്ന് മനസ്സിലാക്കുക. അത് അർഹിക്കുന്ന ആ ഒരു സമയം എടുത്തുകൊണ്ട് തന്നെ അക്യുറസി മെയിൻറ്റെയിൻ ചെയ്ത് അത്തരത്തിൽ മാത്രം അറ്റംപ്റ്റുകൾ നടത്തുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ക്വസ്റ്റ്യൻസ് വളരെ റഷ് ചെയ്ത് വായിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്ത് നെഗറ്റീവ് മാർക്സ് വരുത്തി വെക്കരുത് എന്നൊരു കാര്യം ശ്രദ്ധിക്കുക. സോ പേപ്പർ 2മായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കുക. ഇനി അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ വിന്നിംഗ് ആറ്റിറ്റ്യൂഡ് എന്നതിനെക്കുറിച്ചാണ്. സോ ദ ഫസ്റ്റ് പോയിന്റ്, ട്രീറ്റ് എക്സാമിനേഷൻ ആസ് എ ചലഞ്ച് നോട്ട് എ ത്രെറ്റ്. മനസ്സിലാക്കുക, ഇതൊരു ചലഞ്ചാണ്, അതിനെ ഹെഡ് ഓൺ ആയിട്ട് ഫേസ് ചെയ്യുക, ഒരിക്കലും ഇതൊരു ത്രെറ്റ് അല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഈ സെക്കൻഡ് പോയിന്റ്, സ്റ്റേ കാം, ഡോണ്ട് വേസ്റ്റ് എനർജി ഓൺ സ്ട്രെസ്. സ്ട്രെസ് എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ പെർഫോമൻസിനെ തീർത്തും നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഒരു ഉപകാരവും എക്സാമിനേഷൻ ഉണ്ടാവുകയില്ല. അത് മനസ്സിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഇനി തേർഡ് പോയിന്റ്, വാക്ക് ഇൻ വിത്ത് കോൺഫിഡൻസ്, ഗിവ് യു 100%. സി, കൺട്രോളബിൾസ് എന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ കയ്യിൽ കൺട്രോൾ ഉള്ളൊരു കാര്യം എന്താണ്, നമ്മുടെ പ്രിപ്പറേഷൻ ഒരു ബാക്കപ്പ് ആയിട്ട് കാണുക, അതിൽ ട്രസ്റ്റ് ചെയ്യുക, എക്സാമിനേഷനിൽ 100% കൊടുക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ്. സോ അത് വളരെ ഭംഗിയായിട്ട് ചെയ്യുക. റിസൾട്ട് എന്നുള്ളൊരു കാര്യമോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലുള്ള ഒരു വസ്തുതയല്ല എന്നത് മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് പോയിന്റ്, റിമെമ്പർ, എക്സാമിനേഷൻ എന്ന് പറയുന്നത്, ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് ജസ്റ്റ് എ ഡോ വേ നോട്ട് ദ ഡെസ്റ്റിനേഷൻ. ഇത് ഏത് രീതിയിൽ നിങ്ങൾ ഈ ഒരു എക്സാമിനേഷൻ എഴുതിയാലും, ഇത് നിങ്ങൾ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്ത് ഫ്ലൈയിങ് കളേഴ്സിൽ നിങ്ങളിത് പാസ്സായാലും, ഇതൊരു ഡെസ്റ്റിനേഷൻ, അതായത് ഫൈനലി നിങ്ങൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലം എന്ന രീതിയിലൊന്നും വളരെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്ത് ഈ ഒരു പരീക്ഷയെ കാണാതിരിക്കുക. കാരണം അത് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം സ്ട്രെസ്സ് വരുത്തി വെക്കുന്നൊരു വിഷയം. ഇതൊരു ഡോർവേ ആണ്, ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ന രീതിയിൽ തന്നെ ഇതിനെ കാണുക. അത്തരത്തിൽ എക്സാമിനേഷനെ സമീപിക്കുക എന്നുള്ളതാണ്. സോ അങ്ങനെ നിങ്ങളുടെ പ്രിപ്പറേഷനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് എപ്പോഴും മനസ്സിൽ ഓർക്കുക, യുവ് ഗോട്ട് ദിസ്. ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണം. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. വി ബീൻ ഡൂയിങ് എ സീരീസ് ഓഫ് വീഡിയോസ് ഫോർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ. അതെല്ലാം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. സോ വളരെ മികച്ച രീതിയിൽ തന്നെ എക്സാമിനേഷൻ അപ്രോച്ച് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ആൻഡ് മേക്ക് ഷുർ ടു ജോയിൻ അസ് ഓൺ ടെലിഗ്രാം. നമ്മൾ ഈ ഒരു എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് ഫൈനലി ചില ടെസ്റ്റ് പേപ്പേഴ്സ് കൂടി നമ്മുടെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്കൊന്ന് സോൾവ് ചെയ്യാവുന്നതാണ്. സി, അത് ഒരിക്കലും നിങ്ങളുടെ ഒരു പ്രഷർ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നത് ആ ഒരു ഹാങ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അത് ഈ റിയൽ ആയിട്ടുള്ള പരീക്ഷയ്ക്ക് തൊട്ട് മുൻപായിട്ട്, അത്തരത്തിൽ തൊട്ട് മുൻപുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ റിയൽ ആയിട്ടുള്ള എക്സാമിനേഷനിൽ ആ ഒരു ഈസിനെസ് നിങ്ങൾക്ക് ലഭിക്കും, ആ ഒരു പ്രാക്ടീസിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കും. സോ കൂടുതലായിട്ടൊന്നും തന്നെ മെൻഷൻ ചെയ്യാനായിട്ടില്ല, എല്ലാ കാര്യങ്ങളും വളരെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഏറ്റവും കോൺഫിഡൻസോടുകൂടി ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഈ ഒരു എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. സോ വൺസ് അഗെയിൻ ഓൾ ദ വെരി ബെസ്റ്റ്. ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷൻ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ. And if you have any doubt, please let me know in the comment section. And if you're first time here, then make sure to subscribe. So thank you so much once again, and I hope to see you in the next one.